ഹായ് ഹലോ വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ടെക്നിക്കൽ ഹൈസ്കൂൾ 9ാം ക്ലാസ്സിലെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ചാപ്റ്ററിന്റെ പേര് ബേസിക്സ് ഓഫ് പ്രൊജക്ഷൻ. പ്രൊജക്ഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത്. അപ്പൊ അതിൽ ആദ്യം പഠിക്കാനുള്ളത് എന്താണ്? പ്രിൻസിപ്പൽ പ്ലെയിൻ. എന്താണ് പ്രിൻസിപ്പൽ പ്ലെയിൻ? Principal planes are the plane surfaces which are used to project the views of an object in projection. ഒരു ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ പ്രൊജക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലെയിൻ സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ പ്ലെയിൻ ഈസ് ഓൾസോ കോൾഡ് റെഫറൻസ് പ്ലെയിൻ. അപ്പോ പ്രിൻസിപ്പൽ പ്ലെയിന്റെ വേറെ പേരെന്താണ്? റെഫറൻസ് പ്ലെയിൻ. These are assumed as transparent. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ ട്രാൻസ്പെറന്റ് ആയിട്ടായിരിക്കും അസ്യൂം ചെയ്യണത്. പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഏതൊക്കെയാണെന്നാണ് അടുത്തത് പഠിക്കാൻ പോണത്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഉണ്ട്? ഹൊറിസോണ്ടൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ, പ്രൊഫൈൽ പ്ലെയിൻ. എന്താണ് ഹൊറിസോണ്ടൽ? നമ്മുടെ സർഫസിന് പാരലൽ ആയിട്ടുള്ളതിനെയാണ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണ്? ദിസ് ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പൽ പ്ലെയിൻ വിച്ച് ഈസ് ഇൻ ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന ഒരു പ്രിൻസിപ്പൽ പ്ലെയിനെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ HP. അപ്പൊ ഹൊറിസോണ്ടൽ പ്ലെയിൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യണത്? HP. ഇനി അടുത്തത് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോ എന്താണ് വെർട്ടിക്കൽ? നമ്മുടെ പ്ലെയിൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നതിനെയാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ വെർട്ടിക്കൽ പ്ലെയിൻ എന്താ? ദിസ് ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പൽ പ്ലെയിൻസ് വിച്ച് ഈസ് ഇൻ വെർട്ടിക്കൽ. വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രിൻസിപ്പൽ പ്ലെയിനെയാണ് വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രൊഫൈൽ പ്ലെയിൻ. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന വേറെ ഒരു വെർട്ടിക്കൽ പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയണത്? പ്രൊഫൈൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ PP. അപ്പോ പ്രൊഫൈൽ പ്ലെയിനെ ഡിനോട്ട് ചെയ്യണത് എങ്ങനെയാണ്? PP. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ പ്രൊഫൈൽ പ്ലെയിന്റെ വേറെ പേരെന്താ? ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോ ഇത് വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. വരയ്ക്കാനും പഠിക്കണം, ഇതിന്റെ എക്സ്പ്ലനേഷനും പഠിക്കണം. ഇനി ക്വാഡ്രാന്റ്. എന്താണ് ക്വാഡ്രാന്റ്? ദി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ റെഫറൻസ് പ്ലെയിൻ ഡിവൈഡഡ് ദി എൻറ്റയർ സ്പേസ് ഇൻടു ഫോർ ക്വാഡ്രാന്റ്സ് വിത്ത് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ജോയിന്റ് ചെയ്ത് ആ ഒരു സ്പേസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിനും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും നമുക്ക് ജോയിന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ജോയിന്റ് ചെയ്ത് ഈ ഒരു എൻറ്റയർ സ്പേസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെ? 90 ഡിഗ്രിയിലാണ് ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോ നമുക്ക് എന്ത് കിട്ടി? ആൻഡ് വിച്ച് ഈസ് മാർക്ക്ഡ് ആസ് 1 2 3 4 ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് ഇനി ക്വാഡ്രാന്റുകൾ മാർക്ക് ചെയ്യണം. അതെങ്ങനെയാണ്? ഞാൻ ഈ റെഫറൻസ് വരയ്ക്കാം. ഇതാണ് അപ്പൊ നമ്മുടെ ക്വാഡ്രാന്റ്. ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യണത്? 1 2 3 4 എന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യണം. അപ്പോ ഇതാണ് 1. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? ഇങ്ങോട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. 1 2 3 and 4 representing first quadrant, second quadrant, third quadrant and fourth quadrant. അപ്പോ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ജോയിന്റ് ചെയ്തിട്ട് ആ ഒരു എൻറ്റയർ സ്പേസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണേന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രാന്റ് എന്ന് വിളിക്കും.
അപ്പൊ നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് ഈ ഓരോ ക്വാഡ്രാന്റിലും വരുന്ന പോയിന്റിന്റെയും പ്ലെയിനിന്റെയും ലൈനിന്റെയും പ്രൊജക്ഷൻ ആണ് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് reference line. This line is formed by intersection of horizontal and vertical plane. ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ജോയിന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലൈനാണ് റെഫറൻസ് ലൈൻ. അപ്പോ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇത് രണ്ടും ജോയിന്റ് ചെയ്തപ്പോൾ ഉണ്ടായ ലൈൻ നോക്കിയേ, ഇതാണ് റെഫറൻസ് ലൈൻ. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ XY ലൈൻ. അപ്പോ റെഫറൻസ് ലൈൻ ഡിനോട്ട് ചെയ്യണത് എങ്ങനെയാണ്? XY ലൈൻ. ഇനി അടുത്തത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേസ് ലൈൻ. അപ്പോ XY ലൈനിന്റെ വേറെ പേരെന്താണ്? ബേസ് ലൈൻ. ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ ഇത് രണ്ടും ജോയിന്റ് ചെയ്തപ്പോൾ ഉണ്ടായ ലൈനാണ് റെഫറൻസ് ലൈൻ. മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ. To draw the shape and size of 3-dimensional object into 2-dimensional drawing. Simply പറഞ്ഞാല് 3D object, 3-dimensional object convert ചെയ്തിട്ട് 2-dimensional drawing ആക്കണതിനെയാണ് എന്ത് പറയണത്? മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയണത്. ഇനി അടുത്തത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ്. അതാണ് എലമെന്റ്സ് ഓഫ് പ്രൊജക്ഷൻ. The knowledge about the following essential to learn and draw the orthographic projection. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ പറ്റിയിട്ട് പഠിക്കാനും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് വരയ്ക്കാനും വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ്? എലമെന്റ്സ് ഓഫ് പ്രൊജക്ഷന് ആവശ്യമാണ്. അപ്പൊ ഏതൊക്കെയാണ് എലമെന്റ്സ്? ഒബ്സർവർ, ഒബ്ജക്റ്റ്, പ്രൊജക്ഷൻ, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, പ്രൊജക്ടേഴ്സ്. ഇത്രയ്ക്കും എലമെന്റ്സിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ ആദ്യം പഠിക്കാനുള്ളത് ഏതാണ്? ഒബ്സർവർ. ആരാണ് ഒബ്സർവർ? ഒബ്സർവർ ഈസ് എ പേഴ്സൺ ഹു ലുക്ക് ദി ഒബ്ജക്ട് ടു ബി പ്രൊജക്റ്റഡ്. പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു വസ്തുവിനെ നോക്കുന്നത് ആരോ അയാളാണ് ഒബ്സർവർ. ഇപ്പോ ഞാൻ ഈ ഒരു വസ്തുവിനെ നോക്കിയാണ്, അപ്പൊ ഞാനാണ് ഒബ്സർവർ. ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? പ്രൊജക്റ്റ് ചെയ്യണം. ആ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കണത് ആരാണ്? ഞാൻ. അപ്പൊ ഞാനാണ് ഒബ്സർവർ. അപ്പൊ ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഒബ്സർവർ എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ ഇട്ട് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ആ ഒബ്സർവർ ഇൻഫിനിറ്റിയിലാണ് ഉള്ളത്. ഓക്കെ, അടുത്തത് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഈസ് ദി തിങ് ടു ബി പ്രൊജക്റ്റഡ്. ഏത് വസ്തുവിനെയാണോ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ആ വസ്തുവിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഈ വസ്തുവിനെ നോക്കിയാണ്, അപ്പൊ ഞാനാണ് നോക്കണത്. അപ്പൊ ഞാൻ ആരാണ്? ഒബ്സർവർ. എന്തിനെയാണ് നോക്കണത്? ഞാൻ ഈ ഒരു ക്വാഡ്രാന്റിനെയാണ് നോക്കണത്. അപ്പൊ ഇതെന്താണ്? ഒബ്ജക്റ്റ്. ഓക്കെ, പ്രൊജക്ടേഴ്സ്. എന്താണ് പ്രൊജക്ടേഴ്സ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോ പ്രൊജക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നമുക്ക് ഈ ഫിഗറിൽ നോക്കാം. ഇതാണ് പ്രൊജക്ടേഴ്സ്. പ്രൊജക്ടേഴ്സ് അപ്പോ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുള്ളൂ. ഡ്രോൺ ഫ്രം ദി പോയിന്റ് ഓൺ കോണ്ടോർ ഓർ സർഫസ് ഓഫ് ആൻ ഒബ്ജക്ട്. എവിടെ നിന്നാണ് നമ്മൾ പ്രൊജക്ടേഴ്സ് വരയ്ക്കണത്? ഒരു ഒബ്ജക്റ്റിന്റെ സർഫസിന്റെ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് വരയ്ക്കണത്? പ്രൊജക്ടേഴ്സ് വരയ്ക്കണത്. അപ്പൊ പോയിന്റിൽ നിന്ന് വരയ്ക്കും. എവിടേക്കാണ് വരയ്ക്കണത്? ടു ദി പ്ലെയിൻ ഓൺ വിച്ച് ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ് ഒബ്റ്റൈനഡ്. ആ ഒരു ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ ഏത് പ്ലെയിനിലേക്കാണോ വേണ്ടത് ആ പ്ലെയിനിലേക്കായിരിക്കുള്ളൂ നമ്മുടെ പ്രൊജക്ടേഴ്സ് വരാം. അപ്പോ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഓരോ സർഫസിൽ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും? പ്രൊജക്ടേഴ്സ് വരയ്ക്കും. എങ്ങോട്ടാണ് വരയ്ക്കണത്? ഇത് ഏത് പ്ലെയിനിലാണോ നമുക്ക് പ്രൊജക്ഷൻ ആവശ്യം ആ പ്ലെയിനിലേക്ക് വരയ്ക്കും. ഇൻ ഡ്രോയിങ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ തിൻ ലൈൻ. അപ്പൊ എന്താണ്? തിന്നായിട്ട് വേണം നമ്മൾ പ്രൊജക്ടേഴ്സ് വരയ്ക്കാനായിട്ട്. ദീസ് ആർ ഇമാജിനറി സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് റിഫ്ലക്ട് ആക്ച്വൽ ഷേപ്പ് ഓഫ് എൻ ഒബ്ജക്ട് ഓൺ എ പ്ലെയിൻ. അപ്പൊ എന്താണ്?
ഈ ഒരു ഫിഗർ ആണ് നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോ ഈ ഒരു ഫിഗർ വലുതാക്കിയും കാണിക്കൂല, ചെറുതാക്കിയും കാണിക്കൂല. ഏത് ഒബ്ജക്റ്റ് ആണോ നമുക്ക് പ്രൊജക്ട് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിന്റെ ആക്ച്വൽ ഷേപ്പ് ആയിരിക്കുള്ളൂ പ്രൊജക്ഷന് കാണിക്കാം. ഇനി അടുത്തത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇറ്റ് ഈസ് എ പ്ലെയിൻ ഓൺ വിച്ച് ദി ഇമേജ് ഈസ് ഫോംഡ് ആൻഡ് ഓൾസോ നോൺ ആസ് പിക്ചർ പ്ലെയിൻ. നമ്മളൊരു ഒബ്ജക്റ്റിനെ ഏത് പ്ലെയിനിലേക്കാണോ പ്രൊജക്ട് ചെയ്യണത് ആ പ്ലെയിനെയാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ പ്രൊജക്ട് ചെയ്തു. അപ്പൊ ഏതാണ്, ഞാൻ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തപ്പോ ഇത് വെർട്ടിക്കൽ പ്ലെയിനിലേക്കാണ് പ്രൊജക്ട് ചെയ്തേക്കണത്. അപ്പോ ഈ ഒരു പ്ലെയിനെയാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു വ്യൂ ഞാൻ ഇവിടെ നിന്നാണ് നോക്കിയത്. അപ്പോ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് എന്ത് ചെയ്ത് പ്രൊജക്ട് ചെയ്ത്. ഞാൻ മേലെ നിന്ന് നോക്കിയെന്ന് വിചാരിക്കാം, അടിയിലപ്പൊ എന്തുണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. അപ്പോ അതായിരിക്കും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ പ്രൊജക്ഷൻ എങ്ങോട്ടാണ് പ്രൊജക്ട് ചെയ്തേക്കുന്നത്, വെർട്ടിക്കൽ പ്ലെയിനിലേക്ക്. അപ്പോ ആ വെർട്ടിക്കൽ പ്ലെയിൻ ആണ് ഇതിന്റെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇനി അടുത്തത് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ഈസ് ദി റെപ്രസെന്റേഷൻ ഓഫ് ഇമേജ് ഓഫ് എൻ ഒബ്ജക്ട് ഓൺ എ പ്ലെയിൻ. നമ്മൾ ഒരു ഒബ്ജക്റ്റ് പ്രൊജക്ട് ചെയ്യണമെങ്കിൽ അത് ആ പ്ലെയിനിൽ ചെന്ന് പതിക്കും. അപ്പോ ആ പതിക്കണ ഒരു ഇമേജിന്റെ റെപ്രസെന്റേഷനെയാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ഇമേജിന്റെ പ്രൊജക്ഷൻ ആണ് ഈ വരച്ചേക്കണത്. അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഇത്ര എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ താങ്ക് യു.